പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അർബുദ രോഗികൾക്ക് പ്രകൃതി ചികിത്സയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകുകയാണ് ഒരു ഗ്രാമം. ക്യാൻസർ ചികിത്സയ്ക്ക് ഫലപ്രദമെന്ന് കരുതുന്ന മുള്ളാത്ത, ലക്ഷ്മി തരു എന്നിങ്ങനെ 2 തൈകൾ എല്ലാ വീടുകളിലും നട്ടുവളർത്തി അർബുദത്തെ വെല്ലുവിളിക്കുകയാണ് തൃശൂർ അഞ്ചേരിയിലെ ഗ്രാമവാസികൾ. അർബുദം തളർത്തിയ രോഗികളുടെ ശരീരത്തിനും മനസ്സിനും പാർശ്വഫലമില്ലാത്ത സ്നേഹസാന്ത്വനം. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വീട്ടുവളപ്പിൽ നട്ടുനനയ്ക്കുന്ന ഈ ചെടികളെക്കുറിച്ച് ലളിതമായി ഇങ്ങനെ പറയാനാണ് അഞ്ചേരിക്കാർക്കിഷ്ടം. പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ ഔഷധ സസ്യങ്ങളിൽ വിശ്വാസമർപ്പിക്കാൻ പഠനങ്ങളുടെ പിൻബലം മാത്രമല്ല, സെബി എന്ന ഈ ചെറുപ്പക്കാരന്റെ അനുഭവത്തിന്റെ സാക്ഷ്യം കൂടിയുണ്ട് അഞ്ചേരിക്ക്. വളരെ യാദൃശ്യമായിട്ടാണ് ക്യാൻസർ എന്ന രോഗം എന്നിലേക്ക് വന്നത്. കീമോതെറാപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വളരെയധികം എൻ്റെ മനസ്സ് വിഷമിച്ചപ്പോഴാണ് മുള്ളാത്ത ലക്ഷ്മി തരു എന്നതിനെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു സയന്റിസ്റ്റ് ഡോക്ടർ അഗസ്റ്റിൻ ആന്റണി എന്നോട് പറഞ്ഞത്. നിരവധി ക്യാൻസർ രോഗികളുള്ള അഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമായി 5000-ഓളം തൈകൾ നൽകാനൊരുങ്ങുകയാണ് സെബിയും സംഘവും. ക്യാൻസറിനെതിരെയുള്ള ഈ പാരമ്പര്യ ചികിത്സയെക്കുറിച്ച് കേട്ടറിഞ്ഞ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കേട്ടറിഞ്ഞെത്തുന്നവർക്ക് അഞ്ചേരിക്കാർ ഈ പച്ചില കഷായത്തിനു പിറകിലെ ശാസ്ത്രീയത കൂടി പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇതിന് സൈഡ് ഇഫക്റ്റുകളൊന്നുമില്ലെന്ന് മാത്രമല്ല, മുള്ളനാത്തയുടെയും ലക്ഷ്മി തരുവിൻ്റെയും കഷായം കുടിക്കുന്നതുകൊണ്ട് മറ്റു പാർശ്വഫലങ്ങൾ ഏതെങ്കിലും വരുന്നുണ്ടോ അതിനെയും ഇല്ലാതാക്കാനും. പാർശ്വഫലമില്ലാത്ത പച്ചില ചികിത്സയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ഒരുപക്ഷെ അർബുദ ചികിത്സാ രംഗത്തിന് ഒരു വഴിത്തിരിവ് തന്നെയായേക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.